കൂലി മരണത്തിന് തണുപ്പാണെന്ന് മനസ്സിലാക്കി തന്നത് 4 നൂറ്റാണ്ട് മുമ്പ് വിട്ടുപിരിഞ്ഞ അച്ഛനാണ്. ജീവൻ നശിച്ച ശരീരത്തെ മരണശയ്യയിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ ചൂട് നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ കുളിപ്പിക്കാനായി എടുത്ത നേരം സ്പർശനമേറ്റ തോളുകളിൽ നിന്നും ശിരസിൽ നിന്നും കൈകളിലേക്ക് അരിച്ചു കയറിയ തണുപ്പ് ഓരോ മരണത്തോടൊപ്പവും എന്നിലേക്ക് ഇന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ മരണത്തിന് മുമ്പ് തന്നെ മൃതദേഹങ്ങൾ കാണുന്നതിൽ, പ്രത്യേകിച്ച് അവയുടെ മുഖങ്ങൾ കാണുന്നതിൽ ഞാൻ തൽപരനായിരുന്നില്ല. ഓരോ ശവത്തോടും ഞാനെന്തോ കുറ്റം ചെയ്ത പോലെ. പ്രതികരണശേഷിയേറ്റ ജഡങ്ങൾക്ക് മുമ്പിൽ മുഖം കൊടുക്കാതെ, ആ ശരീരങ്ങളുടെ ഊഷ്മാവറിയാതെ ഞാൻ ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ നാട്ടിലെ ഏറ്റവും പുതിയ മരണം ദർശിക്കുവാൻ തണുത്ത മനസ്സും ശരീരവുമായി വന്നിരിക്കുകയാണ് ഞാൻ. മരിച്ചത് അയൽവാസിയായ ഒരു വൃദ്ധൻ. വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് സുഗന്ധലേപനങ്ങൾ പുരട്ടി ചമച്ച് കിടത്തിയിരിക്കുന്ന മൃതദേഹത്തെ വലം വയ്ക്കുന്ന ആളുകളുടെ വരിയിൽ ആരോ ചിട്ടപ്പെടുത്തിയ വേഗത്തിൽ ഞാനും ചേർന്നു. പതിവ് പോലെ മരിച്ച ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കാക്ക കണ്ണിട്ട് നോക്കുകയും ചെയ്തു. പെട്ടെന്ന് നുണ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വലയം ചെയ്യുന്ന വരിയിൽ വന്നു പെട്ടത്. എന്തെങ്കിലും നിർവാഹമുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ വന്നു നിന്ന് സാന്നിധ്യം അറിയിച്ച് ശവശരീരം കാണാതെ മടങ്ങിപ്പോവുകയേ ഉള്ളൂ. ഇവിടെ ദേഹം ശ്മശാനത്തിലേക്ക് എടുക്കാറായെന്ന് കണ്ടോ എന്നും അയൽവാസി ചോദിച്ചപ്പോൾ പെട്ടെന്ന് കണ്ടില്ല എന്ന ഉത്തരം പറയേണ്ടി വന്നതുകൊണ്ടാണ് പതിവ് തെറ്റിയത്. മരിച്ചവരോടുള്ള സ്നേഹവും ആദരവുമല്ല, ജീവിച്ചിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തലാണല്ലോ ഇവിടെ അരങ്ങേറേണ്ടത്. വലയത്തിൽ നിന്ന് പുറത്തു കിടന്ന് ഞാൻ ആൾക്കൂട്ടത്തിൽ ഒരാളായി. രംഗം സംഗീതമയമാക്കാൻ ശ്രമിക്കുന്ന നാമം ചൊല്ലുന്ന സ്ത്രീയുടെ ശ്രുതി ഭംഗങ്ങൾ വിദഗ്ധമായി പകർത്തുവാൻ ഏറ്റുപാടുന്നവർ പരാജയപ്പെടുന്നു. എന്നെപ്പോലെ മൃതശരീരങ്ങളെ നേരിടാനാവാത്ത മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ആദരാഞ്ജലി അർപ്പിച്ച് ചുറ്റുന്ന ആളുകളെ ഒന്ന് നിരീക്ഷിച്ചു. തങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ത്രീമുഖങ്ങൾ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ കണ്ട ഒരു ജോഡി യുവാക്കൾ ആ മുഖങ്ങളിലേക്ക് നോക്കി വലം വയ്ക്കുന്നതിനിടയിൽ മരിച്ചയാളെ നോക്കാൻ വിട്ടുപോയതൊഴിച്ചാൽ ശവവിരക്തിയുള്ള ആരെയും കാണാൻ കഴിഞ്ഞില്ല. എന്തിനാണ് മരിച്ചവരുടെ നിർജ്ജീവമായ മുഖവും ശരീരവും കാണാൻ എല്ലാവരും ഇങ്ങനെ തിക്കിത്തിരക്കി ബുദ്ധിമുട്ടുന്നത്? അവസാനമായി കണ്ടതും ഓർമ്മകൾ ശേഖരിച്ചു വയ്ക്കുന്നതുമായ ചിത്രം അവർ ജീവിച്ചിരുന്നപ്പോൾ കണ്ട പ്രസരിപ്പും ഓജസ്സുള്ളതുമായ ഒന്നാവുന്നതല്ലേ അഭ്യുകാമ്യം. ഞാൻ എൻ്റെ ശീലത്തെ ന്യായീകരിക്കാൻ വാദങ്ങൾ ചികഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരുടെ ശവസംസ്കാരത്തിന് പോലും പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴൊക്കെ മൃതദേഹത്തെ നോക്കാതെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിലെ ചിത്രം മനസ്സിലേറ്റി സംതൃപ്തനാകുകയാണ് തന്നെ നയം. കഴിയുമെങ്കിൽ ശവത്തിനടുത്തേക്ക് പോകാതിരിക്കുക. ആരോ വിളിച്ചു പറഞ്ഞു, ബോഡി എടുക്കാൻ പോവുകയാണ്, കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കടന്നു വരണം. ആ പ്രഖ്യാപനം എന്നെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോകുന്നതായി അനുഭവപ്പെടുന്നു. തണുത്ത ശരീരത്തിൽ ഒരു ചൂണ്ടക്കുളുത്തായി ചുമനുകളുടെ മധ്യത്തിൽ ശിരസിനു താഴെ അത് തുളഞ്ഞു കയറുന്നു. ഇരയിൽ കൊത്താത്ത മത്സ്യത്തോട് ദേഷ്യപ്പെട്ട് ചൂണ്ടക്കാരൻ നിരാശയോടെ ശക്തമായി ചൂണ്ട കുടഞ്ഞ് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചെകിളഭാഗത്ത് കൊളുത്തു കുരുങ്ങി വലിച്ചെടുക്കുന്ന പോലെ ഏതൊക്കെയോ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിക്കായി അത് തന്നെ കൊളുത്തി വലിച്ചു കൊണ്ടുപോയി ഏതാണ്ട് 1/2 നൂറ്റാണ്ടിന് മുമ്പിലേക്ക്. ബാല്യകാലത്തെ അയൽവാസിയായിരുന്നു ഹസൻ കാക്ക എന്ന് നാട്ടുകാരും ഞങ്ങളും വിളിച്ചിരുന്ന ഹസനിക്ക. വൃദ്ധനായ ഹസൻ കാക്കയുടെ രൂപമാണ് തൻ്റെ ഓർമ്മചിത്രം. അദ്ദേഹത്തിന് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നുവെന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണ്. അന്നൊക്കെ 50 വയസ്സ് പിന്നിട്ടാൽ പിന്നെ വൃദ്ധനാണ്. എങ്ങനെയെങ്കിലും 50 വയസ്സ് വരെ ജീവിക്കണമെന്നായിരുന്നു കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ അളവുകൾ വെച്ച് തിട്ടപ്പെടുത്തിയാൽ അന്ന് അദ്ദേഹത്തിനൊരു 60 വയസ്സ്. ഇന്നത്തെ ആയുർദൈർഘ്യവും വൃദ്ധപ്രകൃതവും വിശകലനം ചെയ്ത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 75 വയസ്സ് വരും. ഒരു നീളം കൂടിയ തോർത്തൊടുത്ത് തൻ്റെ ആടുകളുടെയും പശുക്കളുടെയും കോഴികളുടെയും പുറകെ നടന്നിരുന്ന ഒരു മനുഷ്യൻ. ഒരു തോർത്തൊടുത്ത ഊന്നുവടിയില്ലാത്ത ഗാന്ധി. കഷണ്ടിത്തലയിൽ നിന്ന് എത്തിനോക്കുന്ന വെളുത്ത കുറ്റിമുടികൾ കഷണ്ടിയുടെ അസ്തിത്വത്തെ നശിപ്പിക്കുന്നില്ല. ആടുകളുടെയും പശുക്കളുടെയും കുസൃതിയിൽ പലപ്പോഴും തോർത്തു നഷ്ടപ്പെട്ട് ബാലകൃഷ്ണനായി പാടത്ത് നിൽക്കുന്ന ഹസനിക്കയുടെ ചിത്രവും ഇപ്പോഴും നാട്ടുകാരിൽ പലരുടെയും എന്റെയും ഓർമ്മശേഖരത്തിലുണ്ട്. കെട്ടിച്ചു വിട്ടിരിക്കുന്ന പെൺമക്കളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് മാത്രം ഹസനിക്കയുടെ തോർത്ത് തോളിലേക്ക് കയറും. ബാക്കി ഭാഗങ്ങൾ കോട്ടൺ വെള്ള നിക്കറും പോളിസ്റ്റർ തുണി കൊണ്ടുള്ള മുണ്ടും ജുബയിലേക്ക് പരിണമിക്കാൻ തുനിയുന്ന വെള്ള ഷർട്ടും കയ്യേറും. അതൊരു അപൂർവവും കൗതുകമാർന്നതുമായ കാഴ്ചയാണ്. ആ യാത്രകളിൽ മക്കൾക്ക് സമ്മാനിക്കാനായി പലഹാരങ്ങളും തേങ്ങയും അടക്കയും കൊപ്രയും ഒക്കെ കടലാസ് വെട്ടിയിലാക്കി ചുമന്നു കൊണ്ടുപോകുന്ന ചിത്രവും തൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കൽ അത്തരമൊരു യാത്രയ്ക്കുള്ള ചുമട് അല്പം കൂടിപ്പോയി. തനിയെ അത് ചുമന്നുകൊണ്ട് ഏകദേശം 1 മൈലോളം പോകാൻ തനിക്ക് കഴിയില്ലെന്ന് ഹസനിക്ക മനസ്സിലാക്കി. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഞങ്ങളുടെ ദേശത്തു നിന്നും ദൂരയാത്ര ചെയ്യണമെങ്കിൽ 1 മൈലിനപ്പുറമുള്ള കടത്തുകടവിലേക്ക് നടന്നെത്തി കടത്ത് വള്ളം കയറി അക്കരെ കടന്ന് ദിവസം 3-4 സർവീസ് മാത്രം നടത്തുന്ന ചുമന്ന ബസ് പിടിക്കണം. 4 വശവും വെള്ളമായതുകൊണ്ട് തന്നെ ഹസനിക്കയുടെയും എൻ്റെയും വീടിൻ്റെ മുന്നിലൂടെയും പുഴ ഒഴുകുന്നുണ്ട്.
ഹസനിക്കയ്ക്ക് പങ്കായം കൊണ്ട് തുഴയുന്ന ഒരു ചെറു വഞ്ചിയുണ്ട്. ആ വഞ്ചിയിൽ കയറ്റി സാധനങ്ങൾ ബസ് വരുന്ന കടത്തുകടവിൽ എത്തിക്കാമായിരുന്നു. പക്ഷേ അത് അറ്റകുറ്റപ്പണികൾക്കായി ഫിറ്റർ മാധവൻ എന്നറിയപ്പെടുന്ന വള്ളം മെക്കാനിക്കിന്റെ കൈവശമായിരുന്നു. 2 കടലാസ് പെട്ടികളിലായി കരുതിയിരുന്ന മക്കൾക്കുള്ള ഉപഹാരങ്ങൾ കടത്തുകടവ് വരെ എത്തിച്ചു തരുമോ എന്ന് ഹസനിക്ക അന്ന് 10 വയസ്സ് മാത്രം പ്രായമുള്ള എന്നോട് ചോദിച്ചു. അധ്വാനം സംബന്ധിച്ച് മുൻപരിചയമില്ലാത്തതുകൊണ്ടും നിഷേധാത്മക മറുപടി മുതിർന്നവരോടുള്ള അപമാനമാകുമെന്ന പാപചിന്ത കൊണ്ടും ഞാൻ അനുകൂലമായി തല ചലിപ്പിച്ചു. 2 പെട്ടികളും എന്റെ തലയിൽ വെച്ച് ബാലവേലകനെ അദ്ദേഹം അനുഗ്രഹിച്ചു. പകുതി ദൂരം താണ്ടുന്നതിന് മുമ്പ് തന്നെ പിടലി അസ്വസ്ഥമാകാൻ തുടങ്ങി. തുടർന്നുള്ള ഓരോ ചുവടുവയ്ക്കുമ്പോഴും തലയ്ക്ക് താഴെയുള്ള എല്ലാ പേശികൾക്കും തൂക്കം വർദ്ധിക്കുന്നു, തലയോട് വേദനിക്കുന്നു. മൺസൂൺ നാളുകളിൽ ഞങ്ങളുടെ വീടുകൾക്ക് ചുറ്റുമുള്ള പാടങ്ങളിൽ നിറയുന്നത് പോലെ കണ്ണുകളിൽ വെള്ളം പൊങ്ങി വരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. ഇട്ടിട്ട് ഓടിയാലോ? നാണക്കേടാണ്. കരിങ്കലിനോട് മല്ലിടുന്ന പിതാവിൻ്റെ മകൻ കടലാസ് വെട്ടി വലിച്ചെറിഞ്ഞ് ഓടുകയോ? നടന്നു, ഒരു ഉന്മാദിയെപ്പോലെ. മറ്റൊരു സഞ്ചിയും തൂക്കി ഗാന്ധി പിന്നാലെ വരുന്നുണ്ട്. എങ്ങനെയോ കടത്തുകടവിലെത്തി. കടത്തുകാരൻ്റെ സഹായത്തോടെ പെട്ടികൾ താഴെ ഇറക്കി വെച്ചു. ഹാവൂ, എന്തൊരാശ്വാസം! ആഴമേറിയ കരിങ്കൽ കോറിയുടെ മുകൾ പരപ്പിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കരിങ്കല്ല് തലയിലേറ്റി ഉറുമ്പുകളെപ്പോലെ വരിവരിയായി മുകളിലേക്ക് നടക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ചിത്രം എന്തിനാണെന്നറിയാതെ തൻ്റെ മസ്തിഷ്കത്തിലൂടെ പാഞ്ഞുപോയി. ബാലവേലയ്ക്കുള്ള വേതനമായി ഹസനിക്ക 50 പൈസ തന്നു. ആദ്യമായി കിട്ടിയ പ്രതിഫലത്തിൽ താൻ അഭിമാനം കൊണ്ടു. ഇതുകൊണ്ട് എന്തു ചെയ്യണം? ഇത് കുട്ടിക്കളി കളിച്ച് ചെലവാക്കാനുള്ള പൈസയല്ല. കല്ലുമിഠായിയും നാണയത്തിൻ്റെ വലുപ്പത്തിലും രൂപത്തിലുമുള്ള ബിസ്ക്കറ്റും വാങ്ങിച്ച് നശിപ്പിക്കാനുമാവില്ല. വീട്ടിലേക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും വാങ്ങിക്കണം. എന്തു വാങ്ങിക്കും? കടത്തുകടവിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ അടുത്തുള്ള പലചരക്ക് കടക്ക് സമീപം എത്തുന്നതുവരെ നീണ്ടുനിന്ന ആശയക്കുഴപ്പം 25 പൈസക്ക് കപ്പലണ്ടി പിണ്ണാക്കും 25 പൈസക്ക് തേങ്ങാ പിണ്ണാക്കും വാങ്ങിച്ച് അവസാനിപ്പിച്ചു. നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനും ദൈവങ്ങളുടെ പേരുകളുള്ള വീട്ടംഗങ്ങളുള്ള പരമേശ്വരൻ ചേട്ടൻ പലചരക്ക് കടയിൽ തൂക്കിവിറ്റ സോവിയറ്റ് നാട് എന്ന മാസികയുടെ വെളുത്തു തിളങ്ങുന്ന കടലാസ് പേജുകൾ കൊണ്ടുള്ള 2 കുമ്പിളുകളിൽ വിശ്രമിക്കുന്ന പിണ്ണാക്കുകളുമായി വീട്ടിലേക്ക് നടക്കവേ ഇവ രണ്ടും തിന്നുന്ന അമ്മിണിയാടി ചത്തുപോയല്ലോ എന്ന വെളിപാട് ഒരു മൂലധന ചിന്ത പോലെ തികട്ടി വന്നു. മങ്ങിയ കരിങ്കല്ലിന് നിറമുള്ള വിഭിന്ന രൂപങ്ങളിലുള്ള പാളികളാൽ സമ്പന്നമായ കപ്പലണ്ടി പിണ്ണാക്ക് തനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പണ്ട് യുദ്ധകാലത്ത് അരിക്ഷാമം നേരിട്ടപ്പോൾ തൻ്റെ പൂർവികർ ഈ പലഹാരം തിന്നാണ് വിശപ്പടക്കിയിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ തെളിവായി കപ്പലണ്ടി പിണ്ണാക്കില്ലെങ്കിൽ പണ്ടേ ചത്തേനെ, അതിലൊരു കല്ലുണ്ടായെങ്കിൽ പല്ലും പോയേനെ എന്ന കാവ്യശകലം മാതാപിതാക്കൾ പാടിത്തന്നിട്ടുള്ളതുമാണ്. അമ്മിണിയാടിൻ്റെ അഭാവത്തിൽ പച്ചരിച്ചോറിനേക്കാൾ രുചിയുള്ള കപ്പലണ്ടി പിണ്ണാക്ക് ഹസനിക്കയുടെ ആടുകളേക്കാൾ ആർത്തിയോടെ ഞാൻ തിന്നു. കാടിവെള്ളത്തിന് പകരം പച്ചവെള്ളം കുടിച്ചു. പക്ഷെ തേങ്ങാപ്പിണ്ണാക്കിൻ്റെ മണവും രുചിയും മോശമല്ലായിരുന്നെങ്കിലും ഉദരപരിമിതി മൂലം സേവ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളവ ഹസനിക്കയുടെ ആടുമാടുകൾക്ക് വെള്ളവും ആഹാരവും കൊടുക്കുന്ന വലിയ മൺപാത്രത്തിൽ നിക്ഷേപിച്ച് സോവിയറ്റ് സോഷ്യലിസം താൻ നടപ്പാക്കി. അന്ന് രാത്രി താൻ തൊഴിലാളിയായതും പ്രതിഫലം വാങ്ങി സോഷ്യലിസം നടപ്പിലാക്കിയതുമായ സംഭവം സത്യസന്ധമായി വിവരിച്ചപ്പോൾ മാതാപിതാക്കൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ സോഷ്യലിസം ഒരു തമാശയായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഹസനിക്കയ്ക്ക് എൻ്റെ സേവനം വീണ്ടും ആവശ്യമായി വന്നു. അതിഭയങ്കരമായ വയറിളക്കത്താൽ അദ്ദേഹം കിടപ്പിലായി. ആടുമാടുകളെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള തൂറ്റലാൽ അവശനായ ഹസനിക്കയെ ആശുപത്രിയിൽ എത്തിക്കാതെ നിവൃത്തിയില്ല. അവിവാഹിതയായ ഇളയ മകൾ സൈനബായിത്ത സ്കൂളിൽ പോകാൻ മടിപിടിച്ച് നിന്നിരുന്ന എന്നെ വന്ന് വിളിച്ചു. ബാപ്പയെ വഞ്ചിയിൽ കയറ്റി കടത്തുകടവിലെത്തിക്കണം. അവിടെ നിന്ന് ലാംബട്ര വിളിച്ച പുള്ളിക്കാരത്തി ആശുപത്രിയിൽ എത്തിക്കും. വഞ്ചി ഞാൻ തുഴഞ്ഞ് കടത്തുകടവിലെത്തിക്കണം. ബാലനാണെങ്കിലും തോണി തുഴയുന്നതിൽ ഞാൻ വിദഗ്ധനായിരുന്നു. അത് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദവുമായിരുന്നു. 4 വശവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പ്രദേശത്തായിരുന്നതുകൊണ്ട് തന്നെ ജലഭീതി ഞങ്ങൾക്ക് അന്യമായിരുന്നു. അതിസാരത്താൽ നട്ടം തിരിയുന്ന ഹസനിക്കയെയും ബാപ്പയെ ആശ്വസിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന മകളെയും വഞ്ചിയിലിരുത്തി ഞാൻ തുഴഞ്ഞു. ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. കടത്തുകടവിൽ അക്കരെ ഇറങ്ങുന്നതിനു മുമ്പ് അവശനായിരുന്നെങ്കിലും ഹസനിക്ക മകളോട് കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു. ആ ജീവകാരുണ്യ പ്രവൃത്തിക്കും എനിക്ക് വേതനം കിട്ടി. മകൾ എടുത്തു നീട്ടി 50 പൈസ വാങ്ങി വിറയ്ക്കുന്ന കൈകളോടെ കൂലിയായി ഹസനിക്ക ഈ തൊഴിലാളിക്ക് തന്നു. താനത് വാങ്ങി. അന്ന് വൈകുന്നേരവും ഞാൻ 2ാമത്തെ വേതനത്തിൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. അയൽവാസിയും വൃദ്ധനുമായ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചതിന് കൂലി വാങ്ങിയത് നീതീകരിക്കപ്പെട്ടില്ല. ആ പൈസ ഹസനിക്ക തിരികെ വരുമ്പോൾ തിരിച്ചു നൽകി ക്ഷമ പറയണമെന്ന തീരുമാനമുണ്ടായി. പക്ഷേ ഹസനിക്ക ജീവനോടെ തിരികെ വന്നില്ല. ഞങ്ങളുടെ ദ്വീപിനകത്ത് തന്നെയുള്ള മകൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയ പന്തലിൽ
വെള്ള ഉടുപ്പ് ധരിച്ച് അത്തർ പൂശിക്കിടന്നിരുന്ന ഹസ്സനക്കയുടെ ജീവനറ്റ ശരീരത്തിന് ചുറ്റും വലയം ചെയ്തു നിന്നിരുന്ന ആൾക്കൂട്ടത്തിന് പിന്നിൽ കുറ്റബോധത്തോടെ ഞാൻ നിന്നു. മയ്യത്തെടുക്കാൻ പോവുകയാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ആരോ വിളിച്ചു പറഞ്ഞു. പോകണം. ഇല്ല, പോകാൻ കഴിഞ്ഞില്ല. ആരോ കൂടി കാണാനുണ്ടല്ലോ. ആരൊക്കെയോ പിറുപിറുക്കുന്നു. ഹസ്സനിക്ക് എഴുന്നേറ്റ് വന്ന് പറയുന്നത് പോലെ അത് തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ്. ഇല്ല, അനങ്ങാൻ തനിക്ക് കഴിയുന്നില്ല. ആ 50 പൈസ മൂടുകീറിയ നിക്കറിൻ്റെ തുളിയുള്ള പോക്കറ്റിലൂടെ താഴെ പുകതിരിക്കാൻ ഞാൻ വലത് കൈകൊണ്ട് മുറുകെ പിടിച്ചു. അതെ, തിരികെ നൽകാനാവാത്ത 50 പൈസ എന്ന കൂലിയാണ് 50 വർഷങ്ങളായി തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മരണത്തെയും നേരിടാനാവാതെ, മുഖം കൊടുക്കാനാവാതെ. സോഷ്യലിസവും സമത്വവും നടപ്പിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാഹചര്യമാണ് മരണത്തിന് ശേഷവും ജനനത്തിന് മുമ്പുമുള്ള അനന്തശൂന്യതയിൽ നിലനിൽക്കുന്നത്. ഓരോ ജീവനും ജനനത്തിന് മുമ്പ് അതനുഭവിച്ച് പിറക്കുന്നു. മരണത്തിന് ശേഷം അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. വേലയും കൂലിയുമില്ലാത്ത, എന്നാൽ സോഷ്യലിസം നടപ്പിലാക്കാൻ കഴിയുന്ന ലോകത്തേക്കുള്ള യാത്രയ്ക്കായി 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പുതിയ മരണത്തിൻ്റെ അവകാശിയും മുഖം മറിച്ച് സ്ട്രെച്ചറിലേറി ആംബുലൻസിലേക്ക് പോകുന്നു. ആശിച്ചതിനപ്പുറം ആയുസ്സും പിന്നിട്ട് മരണത്തിൻ്റെ മുഖം ദർശിക്കാനാവാതെ അതിൻ്റെ തണുപ്പിനെ മാത്രം പുണർന്നു നിൽക്കുകയാണ് ഞാൻ.